വല്ലങ്ങി പ്രദേശങ്ങളിൽ കാട്ടാനകൾ കൃഷിനാശം വരുത്തിയ സാഹചര്യത്തിൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. വല്ലങ്ങി പ്രദേശങ്ങളിൽ കാട്ടാനകൾ കൃഷിനാശം വരുത്തിയ സാഹചര്യത്തെ തുടർന്ന് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നെന്മാറ പഴതറക്കാട് കൂടിയാലോചനാ യോഗം ചേർന്നത്. ധാരാളം നിവേദനങ്ങളായിട്ടും സമരങ്ങളായിട്ടും എല്ലാം ഈ അധികൃതരുടെ മുന്നിൽ കൊണ്ടുവരുന്നതിനും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ വനം വകുപ്പിൻ്റേതായിട്ടും ഗവൺമെൻറ്റിൻ്റേതായിട്ടും ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഒരേ തരത്തിൽ ബോധ്യമാവില്ല. ഇപ്പോൾ നെല്ലിന് പൈസ കിട്ടിയില്ല എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയും. അതിൻ്റെ വേദന ഭൂരിഭാഗം കർഷകർക്കും അറിയാം. പക്ഷേ ഈ ആന തട്ടി എന്ന് പറയുമ്പോൾ തെങ്ങ് പോയി, കവുങ്ങ് പോയി, അല്ലെങ്കിൽ മാവ് പോയി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അകലെ ഇരിക്കുന്ന കർഷകൻ വിചാരിക്കും, അവർ കാട്ടിൻ്റെ ഓരത്ത് പോയി ഇരുന്നതുകൊണ്ട് നിങ്ങൾ സംഘടിക്കാൻ കാരണം ഇവിടെ ആന വന്നതുകൊണ്ടാണ് അല്ലേ. ഈ കുന്നിൻ്റെ ഓരത്ത് അവിടുത്തെ ആന വന്ന് നിന്ന് അത് തൊട്ടടുത്ത വിളയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടത്. ഞാൻ DFO ഓഫീസിൻ്റെ മുമ്പിലേക്ക് 1.5 മാസമായി. അന്ന് അവിടെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നെന്മാറ ടൗണിൽ ആന വരുന്ന കാലമൊന്നും വലിയ വിദൂരമൊന്നും അല്ല എന്നവിടെ സംസാരിച്ചു. കണ്ണോട്, ആരാക്കുളമ്പ്, പൊന്മല, എലന്തക്കുളമ്പ്, അളവിശ്ശേരി, മനങ്ങോട്, തെവർമണി എന്നീ പാടശേഖര സമിതിയുടെ 60ഓളം അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി, സംസ്ഥാന പ്രസിഡന്റ് വിജയൻ, സെക്രട്ടറി A. പ്രഭാകരൻ, ശിവാനന്ദൻ, മനോഹരൻ, K. സുരേഷ്, സുദേവൻ, മുരളി എന്നിവർ സംസാരിച്ചു. എലുവഞ്ചേരി മുതൽ പോത്തുണ്ടി വരെ സൗരോർജ്ജവേലി സ്ഥാപിക്കുക, കൃഷിനാശം നേരിട്ട കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, കാലഹരണപ്പെട്ട വനനിയമങ്ങൾ പരിഷ്കരിക്കുക, നെല്ലിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം മുന്നോട്ട് വെച്ചു. വന്യജീവി ശല്യത്തിന് സർക്കാർ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാക്കളായ ശ്രീജിൽ, ശ്രീചരൺ, നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ R. ദിയ എന്നിവരെ ആരാക്കുളമ്പ് പാടശേഖര കമ്മിറ്റി മൊമന്റോ നൽകി അഭിനന്ദിച്ചു. UTV ന്യൂസ്, പാലക്കാട്.